ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് അത്താഴത്തിൽ വെച്ചിരിക്കണേ. അപ്പോൾ ഇന്ന് നമ്മളെ പറയാനുണ്ട് മോൻ നോമ്പ് കൊടുക്കാനാണ്. മോനക്കിന്ന് സ്കൂളില്ല, ഇന്ന് ശനിയാഴ്ച. അപ്പോൾ ഇത് നോമ്പ് കൊടുക്കൂല. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് കൊടുക്കണം. വെള്ളം കണ്ടാൽ കുടിച്ചാൽ പാടില്ല, മനസ്സിലായോ? ഓൻ വരാൻ ഓൻ നോമ്പ് വെക്കണമെങ്കിൽ ഓനക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ എ സി ഇട്ടെടുക്കാനല്ലോ. വെള്ളം കണ്ടാൽ കുടിച്ചാലേ തോന്നും, പക്ഷെ കുടിച്ചരുത്. അപ്പം നമുക്ക് ചോറ്റക്ക് ഇത് ചീരൻ്റെലും ബീഫും പിന്നെ ഈ ചമ്മന്തിയാണ്. ഇത് നമ്മളെ അമ്മമ്മ ഉണ്ടാക്കി തരുന്ന ചമ്മന്തിയാണ്. പെട്ടെന്നൊക്കെ ഒരു ചമ്മന്തി പറഞ്ഞാൽ അമ്മമ്മ ഇതാ ഉണ്ടാക്കി തരില്ല. ഇതൊക്കെ വലിയ പണി ചെയ്യാം. ഇത് തേങ്ങ എൻ്റെ അരിക്ക് മുളകും കൂടി ഇട്ടാണ് കുഴക്കാം, അത്രേ ഉള്ളൂ. ഈ രാവിലെ ആയതുകൊണ്ടാണ് ശബ്ദത്തിനൊരു ഇടർച്ച. അത് കഴിഞ്ഞ് ഞങ്ങൾ അത്താഴം കഴിച്ച് കഴിഞ്ഞാണ്ട് പള്ളിയിൽ പോകാൻ ഇറങ്ങി. ഞങ്ങൾ മുമ്പ് തന്നെയാണ് പള്ളി, ഞങ്ങൾ പറയുമ്പോൾ തന്നെ ഇപ്പം മരിച്ചുമ്പോൾ ഇപ്പാൻ്റെ പേരിൽ സ്ഥലം കൊടുത്താണ് ഉണ്ടാക്കിയത്. ചെറിയ പള്ളിയാണ്, നിറച്ച ആൾക്കാരുണ്ടാവില്ല, എന്നാലും ഞങ്ങൾ ചുറ്റുഭാഗത്തുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞാണ്ടൊക്കെ വന്നു. സ്ഥിരം പരിപാടിയാണ്, തല്ലുകൂടി കണ്ട് തന്നെ വരില്ല. ഞങ്ങൾ ഓന് നോളിച്ചാൽ വെറുതെ കുത്തും. ഇതിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. ഇത് ഞങ്ങൾ പള്ളിക്കന്ന് ഇറങ്ങിയാൽ ഒപ്പം നടക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. അതിൽ ഞാൻ കുറച്ച് മുമ്പൊക്കെ ചാടിയാൽ അപ്പം തല്ലുണ്ടാക്കും. അതുതന്നെയാണ് സാരം. ഈ തല്ലിൻ്റെ ഇടയ്ക്ക് ഇമ്മച്ചി എന്താ ചീത്ത പറഞ്ഞിട്ടുണ്ട്, കുട്ടി ഉണരുന്ന് പറഞ്ഞാണ്ട്. അങ്ങനെ ഞങ്ങൾ തല്ല് നിർത്തി. രാവിലെയാണെന്ന് പറഞ്ഞിട്ട് കാര്യം ചൂട് തന്നെയാണ്, എ സി ഒന്നും ഓഫാക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഉറങ്ങുമ്പോഴാണ് ഈ വീട്ടിൽ നിശബ്ദത ഉള്ളത്, അല്ലാത്ത എപ്പോഴും ഒച്ചയുമ്പോഴൊക്കെയാണ്. രാവിലെ തന്നെ ഏച്ചപ്പോൾ ഓന് വിശപ്പും താക്കുണ്ട്. സാധാരണ രാവിലെ ഏച്ചാൽ ചായ കുടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു പൊറുതേടുണ്ട്. അപ്പോൾ കുറച്ചു നേരം അവൻ സിറ്റൗട്ട് വന്നിരുന്നു. സ്കൂളിൽ നിന്ന് കിട്ടിയ ഫൺമിയോൻ്റെ ബുക്കാണ്. അപ്പം നമുക്കൊന്ന് കളിച്ചോക്കാം. ഇത് പിന്നെ അവനക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയൊരു ബുക്കാണ്. അപ്പോൾ ഓന് അതിൽ കുറേ ഗെയിംസ്, ഇങ്ങനെ കളിക്കേണ്ട ഗെയിംസൊക്കെയാണ്. അപ്പോൾ ഓനായിട്ട് കളിച്ചിരിക്കുകയാണ്. ഇതിൽ പലവിധ ഗെയിംസും ആക്ടിവിറ്റീസൊക്കെയാണ്. ഇതിന് ഒരു ബുക്കിന് 500 രൂപയാണ്. അപ്പോൾ ഇതുപോലെ സ്കൂളിൽ നിന്ന് കളിപ്പിക്കണ ഓരോ പീരീഡ് ഉണ്ടാകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് സ്കൂൾ വെക്കേഷനൊക്കെ ആയപ്പോൾ ഓൾക്ക് പെരയ്ക്ക് കൊടുത്തിട്ടാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഓൻ കളി നിർത്തിയാണ്ട് പിന്നെ ഓൻ കളിക്കാൻ പോട്ടെ ചോദിച്ചു ആപ്പാൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഓൻ അങ്ങോട്ട് കളിക്കാൻ പോയി. അവിടെ ഓൻ്റെ പ്രായമുള്ള കുട്ടികളങ്ങോട്ട് കളിച്ചാൽ കളിയൊക്കെ കഴിഞ്ഞ് വന്നോ കുളിച്ച് ഉള്ള ഇരുത്താണിത്. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ അനിയനെ ആദ്യമായിട്ട് നോമ്പ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പറഞ്ഞിട്ട് സഹിക്കാൻ വയ്യ. രാവിലെ തന്നെ നല്ലോണം പൈച്ചുണ്ടായിരുന്നു. വെള്ളം കുടിക്കാൻ പോകുന്നുണ്ടോ? വൈകുന്നേരം വരെ നോമ്പ് എടുക്കണല്ലോ. വെള്ളം കുടിക്കാൻ പോകുന്നുണ്ടോ? എന്താ എന്നാ പുതിയ മനുഷ്യരാ ഓൻ ആദ്യമായിട്ടൊരു നോമ്പ്, ഓൻ്റെ ആദ്യത്തെ നോമ്പാണിത്. ഓൻ പിന്നെ നോമ്പ് വെച്ചാണ്ട് ആകെ പിടുത്തം വിട്ടുക്കണു. അപ്പം ഉമ്മച്ചി ഓനെ ഉച്ചക്ക് കെടുത്തി ഉറക്കി. ഞമ്മക്കന്നെ നോമ്പ് കേൾക്കാൻ വയ്യല്ലോ, ഭയങ്കര ചൂടുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഓൻ നീച്ച്. അപ്പം ഞങ്ങൾ രണ്ടാളും കുറച്ചു നേരം പന്തടി കളിച്ച്. അപ്പോഴൊക്കെ ഓൻ പറയുന്നുണ്ട് ഞാൻ വെള്ളം കുടിച്ചിട്ട്. അപ്പം ഉമ്മച്ചി ഓനെ സോപ്പ് നിർത്തി എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാം പറയാണ്ട്
അവനെ പിടിച്ചെടുത്താണ്. ടൈം അല്ലെങ്കിൽ 5 മണി ആയിക്കണു. അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഇപ്പം വിളിച്ചു. അപ്പോൾ ഇപ്പം വിളിച്ചാൽ റുവാമോൾ ആർക്കും ഫോൺ കൊടുക്കൂല. അപ്പോൾ ഞങ്ങൾക്കൊന്നും തരാതെ പറ്റിയോട് ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. ഫോൺ വിളിച്ച് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഓൾക്ക് കഞ്ഞി കുടിക്കാനുള്ള ടൈമായി. അപ്പോൾ ഓൾക്ക് കഞ്ഞി കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഓൾക്ക് കാണാത്ത എന്തെങ്കിലുമൊക്കെ സാധനം കൊടുക്കണം. ഓൾക്ക് കാണാത്ത കാഴ്ചകൾ കാണിച്ചു കൊടുത്താൽ മാത്രമേ ഓൾ തിന്നുള്ളൂ. ആഫ്റ്റർ സം ടൈംസ് ഉമ്മച്ചി നോമ്പറക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അയാളുടെ ഫേവറേറ്റാണ് പുട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുട്ടും ബീഫ് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് അജ്മിൻ്റെ പുട്ടുപൊടിയാണ് ഉണ്ടാക്കാൻ. പുട്ടുണ്ടാക്കണ ഇടയ്ക്ക് ഉമ്മച്ചി ചിരണ്ടി വെച്ച് തേങ്ങ ഒക്കെ ഓടിച്ച് തിന്നുന്നുണ്ട്. അപ്പോൾ അയാളുടെ ആദ്യത്തെ നോമ്പ് പറക്കാനായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ ഇപ്പോൾ റെഡി ആക്കിയിട്ടുള്ള ബാഗ് ഇപ്പോൾ കൊടുക്കും. അപ്പോൾ ഫ്രൂട്ട്സ് മാങ്ങയും പിന്നെ മുന്തിരിയും പൈനാപ്പിളും പിന്നെ സമൂസയും പിന്നെ പൊക്കോടയും ഇറാനി പോളയാണ്. പിന്നെ ജ്യൂസ് മാങ്ങ ജ്യൂസാണ്. പിന്നെ നാളെ നോമ്പ് എടുക്കൂലേ? അപ്പോൾ ഓൻ പറ്റിയ ആവശ്യമായിക്കണം. ഓൻ്റെ ഇത് ക്ലിയറായിക്കണം. നോമ്പ് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പള്ളിയിൽ പോകാൻ ഇറങ്ങി മഗ്‌രിബ് നിസ്കരിക്കാൻ. സാധാരണ ഞങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കൽ. ചായയുടെയൊക്കെ കഴിഞ്ഞ് ഞാൻ ഖുർആൻ എടുത്ത് ഓതി. ഞാൻ ഖത്തം തീർക്കാൻ വെച്ചിരുന്നു. 4 ദിവസമേ ആയിട്ടുള്ളൂ. അടുത്ത റമദാനാകുമ്പോഴേക്കും തീരേക്കും. ഞങ്ങൾക്ക് സ്കൂളിൽ ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ഞങ്ങൾ ചില കുട്ടികൾ ഖുർആൻ എടുത്ത് ഓതും, ചില കുട്ടികൾ കളിച്ചിരിക്കും. ഞാൻ ചിലപ്പോൾ ഓതും, അല്ലാത്തപ്പോൾ ഞാൻ കളിച്ചിരിക്കില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തറാവീഹ് നിസ്കരിച്ചിറങ്ങി. പള്ളിക്ക് നിസ്കാരമൊക്കെ തുടങ്ങിയിരിക്കണു. ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴുള്ള കാഴ്ചയാണിത്. ഇവിടെ സ്ഥിരം പരിപാടിയാണിത്. ജനാലുമ്പോൾ ഇങ്ങനെ അതിൻ്റെ കമ്പിയുമ്പോൾ ഇങ്ങനെ കൊത്തി പിടിച്ച് കയറും. എന്നിട്ട് അതിൽ ഇറങ്ങാൻ പറ്റാതെ അതിൽ ഇങ്ങനെ നൂറ് വിളിക്കും. അപ്പോൾ ഞങ്ങൾക്ക് കിടക്കാനുള്ള സമയമായി തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊരു ദിവസം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
സപ്പോർട്ട് ചെയ്യുക.